മധ്യകാലത്ത് കേരളം പല രാജവംശങ്ങളുടെ കീഴിലായിരുന്നു. കൊച്ചിൻ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ശക്തമായ സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നു. ഈ കാലത്ത് വ്യാപാരം, കല, ലളിതസാഹിത്യം, നാടൻ നൃത്തം, സംഗീതം എന്നിവയിൽ വളരെയധികം പുരോഗമിച്ചു. കൂടാതെ വിദേശ വ്യാപാരികളും കേരളത്തിലേക്കെത്തി. ഇവരുടെ വരവ് കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതായി മാറി. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കോളനികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാന്നിധ്യം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് കാലത്ത് വലിയ ബദലുകൾ സംഭവിച്ചു. വ്യവസായം, വിദ്യാഭ്യാസം, ഗവൺമെൻറ് സംവിധാനം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ കാണപ്പെട്ടു. സ്വാതന്ത്ര്യസമരകാലത്ത് കേരളം ഏറെ സജീവമായി പങ്കെടുത്തു. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനമായി രൂപപ്പെട്ട കേരളം വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി മേഖലയിൽ മുന്നണിയിലെ സംസ്ഥാനമായി മാറി. ഇന്ന് കേരളം മികച്ച ലിറ്ററസി റേറ്റ്, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക വികസനം എന്നിവയിൽ ഇന്ത്യയുടെ മാതൃകയായി പരിഗണിക്കപ്പെടുന്നു.